ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു നെയ്പത്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകമാണ് വേണ്ട. പെരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ജീരകം എടുത്തു. ചെറിയ ഉള്ളി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. നമുക്ക് പൊടി എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി ഇടുന്നുണ്ട്. എടുക്കാം, പിന്നോട്ട് വെക്കാം. അപ്പം ഞാനിതിൽ തിളച്ച വെള്ളം എടുക്കട്ടെ. തിളച്ച വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പിടണം. യോജിപ്പിക്കാനിട്ട് നല്ല അടിപൊളിയായിട്ട്. തിളച്ച വെള്ളമാകുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആവശ്യത്തിനുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ആ തേങ്ങയൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാം. മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഞാൻ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നേ. തേങ്ങ നമ്മളൊന്ന് ചതുക്കിയെടുക്കുക എന്ന് പറയില്ല, അങ്ങനെയൊന്ന് എടുത്തിട്ട് വരും. അപ്പോൾ വന്നിട്ട് നമുക്ക് കാണാം. അതെടുത്തിട്ട് വരുന്നേ. അപ്പോൾ ഇതാ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പാന്ന് ഗൈസ്. അപ്പോൾ നല്ല ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആയിട്ടുള്ളത്. തേങ്ങയെല്ലാം തണുപ്പ് കാരണം ഇനി ഇതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇതെല്ലാം മാറും. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം വേണ്ടെങ്കിൽ കുറച്ച് കൂടി ഒഴിച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കാം ഇതിനെ. എന്നിട്ട് ഉരുളകളാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് കോരിയെടുക്കുക.
പൊടി അടച്ച് വെക്കാം. അപ്പോൾ ഇത് ഞാൻ സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. എന്നിട്ട് കുറച്ച് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള കൂട്ട് ഇവിടെ തന്നെയുണ്ട്. ഇപ്പം ആവശ്യത്തിന് മാത്രം ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഞാനത് പരത്തിയെടുക്കട്ടെ. ഞാനിത് കയ്യിൽ വെച്ചിട്ടില്ല, ഞാൻ പരത്തുന്നു, വേറെ എവിടെയും വെച്ചിട്ടില്ല. ഇതാ നമ്മളെ ആവശ്യത്തിനുള്ള ഇതിന് നമുക്ക് പരത്തിയിട്ട് ഇങ്ങനെ എടുക്കാം. വേറെ എവിടെയും വെക്കണ്ട, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കിട്ടും. ഇത്ര കട്ടിയിലാക്കിയിട്ടാണ് പരത്തി വെക്കുന്നത്. അപ്പം ഞാൻ എല്ലാം അങ്ങനെ പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടല്ലോ. ഇനി നമുക്ക് വേഗം തന്നെ എണ്ണയിലിട്ടിട്ട് എടുക്കാം. അപ്പോൾ ഇതാ പത്തലിനുള്ള കറി ഇതാ ഇവിടെ ആകുന്നുണ്ട്. ചെറുപയർ കറിയാണ് ഞാൻ വെക്കുന്നതെന്ന് ഇതിന്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓഫാക്കട്ടെ. അപ്പോൾ ഇത് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇട്ടിട്ട് കോരിയെടുക്കാം. അതാ ഞാൻ എണ്ണയിലിട്ട് നെയ്പ്പത്തിൽ വെളിച്ചെണ്ണ കാഞ്ഞെടുത്ത്. അപ്പോൾ അതാവട്ടെ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്കെല്ലാമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ഏറ്റവും ചുട്ട് ഇവിടെ കഴിയാനായി. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഞാൻ എല്ലാം ചുട്ടെടുത്ത് കാണിച്ചു തരാം. ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഇതാ പത്തിരിയെല്ലാം ചുട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി പത്തിരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.